എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ബ്രെഡ് കൊണ്ടുള്ളൊരു ഉപ്മാവാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 5 ബ്രെഡ് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു വലിയ സവാളയുടെ പകുതി, പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം ആ പാത്രം ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മുടെ ബ്രെഡ് കഷ്ണങ്ങളിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കരിഞ്ഞു പോവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ബ്രെഡ് മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. വീണ്ടും നമ്മൾ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതൊന്ന് ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയ്യിൽ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ കപ്പലണ്ടിയോ അങ്ങനെ ഉണ്ട്, ഏത് വേണമെങ്കിലും ചേർക്കാം. അതിനുശേഷം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് ഗോൾഡൻ കളറൊന്നും ആവണ്ട. സവാളയൊക്കെ വാടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 സ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പൊടിയുടെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി ഒന്ന് വെന്ത് വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തക്കാളിയൊക്കെ വെന്തുടഞ്ഞതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ആവരുത്. ഇനി നന്നായിട്ട് ഇത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ തീയിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളമായി പോരുത്. വെള്ളമായി കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ബ്രെഡ് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്.